ഹലോ, നമസ്കാരം. ഗ്ലൂട്ടാത്തിയോൺ വെളുത്തിട്ട് പാറുമെന്നല്ലേ ഞാൻ ചോദിച്ചത്. ഗ്ലൂട്ടാത്തിയോൺ വെളുത്തിട്ട് പാറൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പലരും അതിനെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഗ്ലൂട്ടാത്തിയോൺ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സിനിമാ നടികളോടോ മോഡൽസിനോടോ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം, അല്ലെങ്കിൽ നിങ്ങൾ വെളുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ കറക്റ്റ് ഡയറ്റ് എടുക്കും, ഫ്രൂട്ട്സ് കഴിക്കും, 8 ഗ്ലാസ് വെള്ളം കുടിക്കും, അത് വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ തൈര് പുരട്ടും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കാരണം നമ്മൾ നന്നായിട്ട് കറുത്തിരിക്കുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് തോന്നും, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. കറുത്തതായത് കൊണ്ട് ചെറുപ്പകാലം തൊട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരിക്കുന്ന കുറെ പേരുണ്ടാവും. ഇപ്പൊ എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ കറുത്തതായി എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ഡാൻസിന്റെ നടക്കുന്നു മാറ്റിയിട്ടുണ്ട്. അല്ലാതെ കൂട്ടുകാര് കറുപ്പുള്ളതുകൊണ്ട് കൂട്ടുകൂടാൻ പഠിച്ചൊരു കാലഘട്ടമൊക്കെ ഉണ്ട് പണ്ട്. അന്ന് തീരെ കാണാൻ പോലുമില്ല. ഇപ്പോഴും വലിയ ഇതുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെതായ ജോലി പ്രൊഫഷനിലേക്കൊക്കെ വന്നപ്പം കുറച്ച് കളർ വേണമെന്ന് തോന്നി. ആ സമയത്ത് ഞാൻ കുറേ ക്രീമുകൾ കാര്യങ്ങളെല്ലാം തന്നെ അപ്ലൈ ചെയ്തു. മുഖത്ത് നിറച്ച് കുരുവായി, കുറേ കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഗ്ലൂട്ടാത്തിയോണിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ലിവറെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് അതിൻ്റെ ഒരു കാരണം മനസ്സിലായത് എനിക്കൊരു സ്കാൻ ചെയ്ത് വയറിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി സ്കാൻ ചെയ്തപ്പം അതിൽ ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് കാണിച്ചിരുന്നു. അതപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയറ്റും അന്ന് ഞാൻ കുറച്ച് തടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എടുത്തു. പക്ഷെ എനിക്കധികം വെളുപ്പമൊന്നുമില്ല. ഫുൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഫുൾ ബോഡി നല്ല കറുപ്പായിരുന്നു. പിന്നെ നമ്മുടേതായ പ്രായം, നമുക്ക് നമ്മുടെ ഒരു ഏജിൻ്റെതായ ചുളിവുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഫേസിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഗ്ലൂട്ടാത്തിയോൺ IV എടുത്താൽ കുറച്ചും കൂടി നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് IV സ്റ്റാർട്ട് ചെയ്തത്. IV സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8 എണ്ണമെങ്കിലും നമ്മൾ ഓരോ മാസം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരെണ്ണം അങ്ങനെ വെച്ചിട്ട് 8 എണ്ണമെങ്കിലും ചെയ്തിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിൽ ഒരു മാസം കൂടുമ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ചെയ്തു. ഒരു 3 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല മാറ്റം വന്നു. ഒരു 8 എണ്ണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുൾ ബോഡി നമുക്കൊരു ഈവൻ ടോണായി. അല്ലാതെ വെളുത്തിട്ട് പാറ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്കിന്നൊരു ഇവനായി. നമ്മുടെ ഹെയർ നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു, മുടി കൊഴിച്ചിൽ കുറഞ്ഞു. പിന്നെ നമുക്കൊന്നു എന്താ പറയുക, ഒരു ഗ്ലോ ആയി. മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലൂട്ടാത്തിയോൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സെയിം റിസൾട്ട് വരണമെന്നൊന്നുമില്ല. എന്നാൽ പോലും നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു 2 ഷെയ്ഡ് നല്ല വ്യത്യാസം. ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നമ്മുടെ എൻ്റെ നഖങ്ങളൊക്കെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി പോവുമായിരുന്നു. അപ്പം അതിനൊക്കെ നല്ല മാറ്റം വന്നു. പിന്നെ എന്താ വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് ആവും. നമുക്ക് എല്ലാ കളർ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഉപരി നമ്മുടെ ഏജ്, നമ്മളുടെ ശരിക്കുള്ള ഏജിനേക്കാളും ഒരു 2-3 വയസ്സ് കുറവേ നമുക്ക് ഗ്ലൂട്ടാത്തിയോണൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് കണ്ടാൽ തോന്നുള്ളൂ. ഇപ്പം എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ ഞാൻ +2 പഠിക്കുന്ന ഒരു മോൻ്റെ അമ്മയാണ്. അപ്പം ആ ഒരു നമ്മുടെ ഏജിനേക്കാളും കുറച്ചേ നമുക്ക് തോന്നിക്കോളും. എല്ലാം കൊണ്ടും നല്ലതാണ് ഗ്ലൂട്ടാത്തിയോൺ. ഇപ്പൊ ഫിലിമിലുള്ളവരൊക്കെ വെളുക്കാനായിട്ട് അവരെല്ലാവരും പറയുന്ന പോലെ ഒന്നും അല്ല. കാരണം ഇവരെല്ലാവരും തന്നെ മിക്കവരെയും ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നിടത്ത് വെച്ച് കാണാറുണ്ട്. ഫിലിമിൽ വർക്ക് ചെയ്യുന്നവരും ഈ പ്രമുഖ നടിമാരൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. എന്നിട്ട് ഇവരുടെ ഇന്റർവ്യൂവിൽ ഇവർ പറയുന്ന വെളുക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പച്ച വെളിച്ചെണ്ണ, വെറുതെ കള്ളാണ്. ഇപ്പം അപ്പോൾ ഞാൻ പറയാനുള്ളത്, സാധാരണക്കാരായിട്ട് കുറച്ച് കളർ വേണം എന്ന് നമുക്ക് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ ധൈര്യമായിട്ട് ചെയ്യാം. ഗ്ലൂട്ടാത്തിയോൺ